നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൈലാഷ്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മമ്മി, അത് ഹോസ്റ്റലിലെ ചെറിയൊരു പ്രശ്നം. വാർഡൻ പാർവതിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. അത് പറയാനാ വാർഡൻ എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞ. അവിടെ ചെന്നപ്പോഴാ ഞാനത് അറിയുന്നത്. ഈ ഒരു രാത്രിയില് പാർവതി എവിടെയെങ്കിലും താമസിപ്പിക്കണ്ടേ? ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടാ ഇവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോണം. അല്ലാതെ ഓടിപ്പടച്ച് ഇങ്ങോട്ടല്ല വരേണ്ടത്. മമ്മി, പാർവതി ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. പ്രായം തികഞ്ഞൊരു പെണ്ണല്ലേ ഇവള്. വാ, വീട്ടിലേക്ക് പോകാന്ന് നീ വിളിച്ചപ്പോ അല്പം പോലും നാണമില്ലാതെ നട്ടപ്പാതിരേക്ക് ഇവള് നിന്റെ കൂടെ വന്നിരിക്കുന്നു. ദേ, ഇതൊന്നും സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. പാർവതി ആദ്യമായിട്ടാണോ മമ്മി ഇങ്ങോട്ട് വരുന്നത്? മമ്മിക്ക് വയ്യാണ്ട് കിടന്നപ്പോ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ പാർവതി ഇവിടെ വന്ന് മമ്മിയെ സഹായിച്ചിട്ടില്ലേ? ഞാൻ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോ രാത്രിയും പകലും പാർവതിയല്ലേ എന്നെ നോക്കിയത്. അന്നും പാർവതിക്ക് ഈ പ്രായം തന്നെയായിരുന്നു. അന്ന് മമ്മിക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ. നിനക്ക് എങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത്? ഇവള് കാരണമല്ലേ? ഓ, മമ്മിയെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില് നീ അത് മറന്നുപോയോ? മറന്നതല്ല, മറന്നതായിട്ട് അഭിനയിക്കുന്നതാ. ഇവക്ക് വേണ്ടി വാദിക്കുമ്പോ ഇവള് 100% ശരിയാണെന്ന് സ്ഥാപിക്കണമല്ലോ അല്ലേ? നീ മറന്നതായിട്ട് അഭിനയിച്ചാലും ഇവള് കാരണം നീ കൈയും കാലും അനക്കാൻ പറ്റാതെ കിടന്നൊന്നും മമ്മി മറന്നിട്ടില്ല. ഇങ്ങനെ നന്ദി കേട്ട് പറയരുത് മമ്മി. സർ, ദയവേത് മാഡത്തിനോട് വഴക്കിന് പോരുത്. മാഡം പറഞ്ഞതാ ശരി. സാറ് വിളിച്ചപ്പോ നേരം കെട്ട നേരത്ത് ഞാൻ സാറിന്റെ കൂടെ വന്നത് തെറ്റ് തന്നെയാ. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയപ്പോ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാതിരുന്നതും തെറ്റ് തന്നെയാ. എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടാ മതി, ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ. സാറിനെ വഴിയിൽ ഉപേക്ഷിച്ചില്ലല്ലോ, എന്നോട് ദയ കാണിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഞാൻ പോവാ സാർ. പാർവതി, പാർവതി ഇവിടുന്ന് പോയാൽ എന്റെ വാക്കിന് പാർവതി ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് അർത്ഥം. അതോടെ നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിക്കും. സാർ, ഞാൻ മമ്മി, പാർവതിയെ കുറിച്ച് എന്തൊക്കെ തെറ്റായ വിശ്വാസങ്ങള് മമ്മിയുടെ മേലിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും തിരുത്താൻ മമ്മി തയ്യാറല്ല. അതാ മമ്മിയുടെ പ്രശ്നം. പാർവതിയെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും മമ്മീനെ പറയാൻ പാടില്ല. നിർത്ത്. വേണ്ട, അവനെ തടയണ്ട. അവൻ പറയട്ടെ, വായി വരുന്ന ഒക്കെ അവൻ പറയട്ടെ. ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് സ്വന്തം മമ്മിയോട് ഒച്ച വെക്കാൻ നമ്മുടെ മോൻ വളർന്നല്ലോ. ഇഷ്ടമുള്ള ഒക്കെ പറയട്ടെ. മമ്മി, പാർവതിയെ വേലക്കാരി എന്ന് വിളിക്കരുത്. വേലക്കാരി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കണ്ടേ? പാർവതി വേലക്കാരി അല്ല. പിന്നെ ആരാ? ഇവളെന്ന തമ്പുരാട്ടിയോ? അറിയണോ മമ്മിക്ക്? പാർവതി ആരാണെന്ന് മമ്മിക്ക് അറിയണോ? പാർവതി ഞാൻ പാർവതി ഒരു രാത്രി ഇവിടെ താമസിപ്പിക്കണം. അതിൽ നിന്റെ ആവശ്യം? ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക്. ഈ ഒരു രാത്രി മാത്രം ഇവൾ ഇവിടെ താമസിച്ചോട്ടെ. പറ്റില്ല. ഒരു രാത്രി പോലും ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. സീത, നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലെ ചെയർമാൻ ഒക്കെ ആയിരിക്കും, ഇവൻ അതിന്റെ MD ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് തീരുമാനവും എടുക്കാം, ഞാൻ ഇടപെടില്ല. പക്ഷേ ഇതെന്റെ വീടാ. നിങ്ങൾ എന്റെ ഭർത്താവും ഇവൻ എന്റെ മോനുമാ. ഇതെന്റെ കുടുംബമാ. പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയെ ഒരു രാത്രി പോലും ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. സീത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഈ കാര്യം ഒഴികെ നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം, ഞാൻ കേൾക്കും. ഈ കാര്യത്തിൽ ആര് പറഞ്ഞാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ല. എന്റെ വാക്കിന് വില കൽപ്പിക്കാതെ നിങ്ങൾ ഇവളെ ഇവിടെ താമസിപ്പിച്ചാ ഞാൻ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട.